ഹായ്, എൻ്റെത് സി സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് മിൽക്ക് സപ്ലൈ സ്റ്റാർട്ടിങ്ങിൽ വളരെ കുറവായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ റുട്ടീനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ ഫോളോ ചെയ്ത് വർക്കൗട്ടായ ജെന്യുവൻ ആയിട്ടുള്ള 5 ടിപ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം അമ്മമാരായിട്ടുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്, ഇതൊരു മെഡിക്കൽ അഡ്വൈസ് അല്ല. ഓക്കെ, സോ ഞാൻ ഷെയർ ചെയ്യുന്നത് തികച്ചും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 4th ഡേ തൊട്ടാണ് ശരിക്കും എനിക്ക് മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എൻ്റെ വാവയുടെ ബർത്ത് വെയിറ്റ് ഒരു 2.58 ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവന് വലിച്ചു കുടിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അവൻ സഖിയെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ലാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ബ്രസ്റ്റ് പമ്പ് മേടിക്കാന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്. അങ്ങനെ ഞാൻ മോംകോസിയുടെ സിംഗിൾ ബ്രസ്റ്റ് പമ്പ് മേടിച്ചു. ബ്രസ്റ്റ് പമ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ലോങ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അതെന്തായാലും കാണണം കേട്ടോ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധാരണ കിട്ടും. സോ ഞാൻ അങ്ങനെയാണ് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ കൂടുതലും മിൽക്ക് പമ്പ് ചെയ്തിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. സോ അപ്പോൾ ഇനീഷ്യലി ലിക്വിഡ് ഗോൾഡ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ ഉണ്ടല്ലോ, അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ന്യൂട്രീഷൻ കൺസൾട്ടന്റ് വന്നിട്ട് ഇതുപോലെ തന്നെ ബ്രസ്റ്റ് സ്ക്യൂസ് ചെയ്തിട്ട് കുഞ്ഞിന് കൊളസ്ട്രോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവന് ലാച്ചിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫോർമലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനീഷ്യലി. അത് കഴിഞ്ഞിട്ട് ഒരു 4 days ഒക്കെ ആയപ്പോഴേക്കും ബ്രസ്റ്റ് പമ്പ് മേടിച്ചിട്ട് ഞാൻ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്തിട്ടാണ് പിന്നെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഫോർമുല കൊടുക്കുന്നുണ്ടായിരുന്നു തികയാതെ വരുമ്പോൾ, കുഞ്ഞിന് തികയാതെ വരുന്ന കേസിൽ. ബട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും എൻ്റെ പ്രൊഡക്ഷൻ ഡ്രോപ്പ് ആവുന്ന പോലെ തോന്നി. കാര്യം ഞാൻ പമ്പ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ കുറവായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് വയറ് നിറയുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫോർമുല കൊടുത്ത് ടോപ്പപ്പ് ചെയ്തിട്ടായിരുന്നു കുഞ്ഞ് വയറ് നിറഞ്ഞ് സാറ്റിസ്ഫൈഡ് ആയിട്ട് കണ്ടിട്ടുണ്ടാവുക. കാര്യം ഡയറക്റ്റ് ഞാൻ ഫസ്റ്റ് ലാച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു, എന്നിട്ട് മാത്രമാണ് നമ്മൾ ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് എപ്പോഴും ഡയറക്റ്റ് ലാച്ച് ചെയ്യിപ്പിച്ച് നോക്കുക, അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ബോട്ടിൽ കൊടുക്കാവുള്ളൂ. അതുപോലെ ഫിലിപ്സ് 7ന്റെ ബോട്ടിൽ, അതായത് ബ്രസ്റ്റ് കുഞ്ഞ് സക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫിലിപ്സ് 7ന്റെ ബോട്ടിൽ. അത് ആ ബോട്ടിലിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോട്ടിൽ ബേബി സക്ക് ചെയ്താൽ മാത്രമേ മിൽക്ക് വരത്തുള്ളൂ, അല്ലാതെ നമ്മളിങ്ങനെ പിടിച്ചാലൊന്നും മിൽക്ക് പോകത്തില്ല. സോ സെയിം ബ്രസ്റ്റിൻ്റെ അതേ ഫീലിംഗ് തന്നെയാണ് കുഞ്ഞിന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ബോട്ടിൽ, നിങ്ങൾ ബോട്ടിൽ ഫീഡ് ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ ബോട്ടിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. സോ ഞാൻ ആ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് എൻ്റെ പമ്പ് ചെയ്ത മിൽക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഫോമുലയും കൊടുത്ത് അങ്ങനെ മിക്സ്ഡ് ആയിട്ടായിരുന്നു ഇനീഷ്യലി ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. കാര്യം എൻ്റെ പ്രൊഡക്ഷൻ അതനുസരിച്ച് കുഞ്ഞിന് വയറ് നിറയുന്ന അത്ര എനിക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പക്ഷെ എനിക്കതൊരു ഭയങ്കര ഉള്ളിലൊരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഫോർമുല കംപ്ലീറ്റ്ലി നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു വാശി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ഒത്തിരി വീഡിയോസ് കണ്ടു. പിന്നെ ഞാൻ അതെൻ്റെ റിയൽ ലൈഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. റിയൽ ലൈഫിൽ അത് എഫക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഒരു 1 വീക്കോളം ഞാൻ നടത്തിയായിരുന്നു, പല പല കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് വന്നപ്പോഴേക്കും എനിക്ക് പ്രൊഡക്ഷൻ ഇവൻച്വലി കൂടാനായിട്ട് തുടങ്ങി. ഇപ്പോൾ എൻ്റെ ബേബി 3 months കഴിഞ്ഞു, ഇപ്പോൾ 4th monthലോട്ട് പോവാണ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് ആണ്. ബ്രസ്റ്റ് ഫീഡിങ് പ്ലസ് ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്തിട്ട് ബോട്ടിൽ ഫീഡിങ്. അപ്പോൾ അതായത് എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കുഞ്ഞ് കുടിക്കുന്നത്, വേറെ ഫോമുല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ കുഞ്ഞ് കുടിക്കുന്നില്ല. അത് ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിൽ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. അപ്പം എങ്ങനെയാണ് ഞാൻ ആ ഒരു പ്രൊഡക്ഷൻ കൂട്ടിയെന്നുള്ളതാണ് ഞാൻ ഇതിൽ പറയുന്നത്. സോ ടിപ്പ് നമ്പർ 1 ഫ്രീക്വൻറ്റ് മിൽക്ക് റിമൂവലാണ്. അതായത് നമ്മുടെ ബോഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ ബോഡി മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്രെയിനിന് ഓൾറെഡി അറിയാം മിൽക്ക് പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. സോ അത് പ്രോപ്പർ ടൈം ഇൻ്റർവെല്ലിൽ മിൽക്ക് റിമൂവ് ആയില്ലെങ്കിൽ, ബോഡിയിൽ നിന്ന് റിമൂവ് ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ ഒരു ചിന്ത വരും, ഓക്കെ കുഞ്ഞ് കുടിക്കുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞിന് ആ മിൽക്ക് ആവശ്യമില്ല. അങ്ങനെ അത് ഇവൻച്വലി കുറയും. ഇതാണ് സംഭവിക്കുന്നത് എപ്പോഴും. സോ ഫ്രീക്വൻ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മിൽക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതൊന്നെങ്കിൽ കുഞ്ഞിന് ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് തന്നെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ പമ്പിങ് ചെയ്തിട്ടാണെങ്കിൽ മിൽക്ക് റിമൂവ് ചെയ്യുക. ഇങ്ങനെ വന്നാൽ മാത്രമേ
നമ്മുടെ ബോഡി വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ മിൽക്ക് നമ്മുടെ ബോഡിയിൽ ഇരിക്കും തോറും പ്രോബ്ലം കൂടത്തേ ഉള്ളൂ, പ്രൊഡക്ഷൻ കുറയത്തേ ഉള്ളൂ. പിന്നെ ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു 9 മണിക്ക് പമ്പ് ചെയ്ത് മിൽക്ക് എടുത്ത് പിന്നെ നമ്മൾ ഒരു 4 to 5 hours കഴിഞ്ഞിട്ട് പമ്പ് ചെയ്യുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നല്ല അളവിൽ കിട്ടും. പക്ഷെ അതൊരു 2 ദിവസത്തേക്കേ ഉണ്ടാവത്തുള്ളൂ. 3-ാമത്തെ ദിവസം തൊട്ട് വളരെയധികം ഡ്രോപ്പ് ആവാനായിട്ട് തുടങ്ങും. കാര്യം അത്ര ഇന്റർവെൽ വരുമ്പോൾ മിൽക്ക് കൂടുതലായിട്ട് ഉണ്ടായിട്ടാണ് നമുക്ക് അത്രയും കിട്ടുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കുഞ്ഞ് കുടിക്കുന്ന അതേ ഇന്റർവെല്ലിൽ തന്നെ നമ്മൾ പമ്പ് ചെയ്ത് മിൽക്ക് പുറത്തോട്ട് എടുക്കാനായിട്ട് നോക്കുക. എല്ലാ 2 to 3 hours തന്നെ പമ്പ് ചെയ്ത് മിൽക്ക് എടുക്കാനായിട്ട് നോക്കുക. ബോട്ടിൽ ഫീഡ് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഫസ്റ്റ് കുഞ്ഞിനെ ബ്രസ്റ്റിൽ ലാച്ച് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രം ബോട്ടിൽ ഫീഡ് ചെയ്യുക. അപ്പം നിപ്പിൾ കൺഫ്യൂഷൻ കുഞ്ഞിനുണ്ടാവത്തുമില്ല. നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങും ചെയ്യാനായിട്ട് പറ്റും, ബോട്ടിൽ ഫീഡും ചെയ്യാനായിട്ട് പറ്റും. പുറത്തോട്ടൊക്കെ പോകുന്ന കേസിലൊക്കെ ആണെങ്കിൽ ബോട്ടിൽ ഫീഡ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പമ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് പമ്പ് ചെയ്തിട്ട് മിൽക്ക് കുഞ്ഞിന് കൊടുക്കാനായിട്ട് പറ്റും. ലാച്ചിങ് ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. എനിക്ക് പമ്പിങ്ങിലൂടെയാണ് ഞാൻ കൂടുതലും കുഞ്ഞിന് എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പം അത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. സോ ഫ്രീക്വന്റ് റിമൂവൽ ഓഫ് ദ മിൽക്കാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ്. അത് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. മസ്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്ത് 2 to 3 hours മസ്റ്റായിട്ടും മിൽക്ക് റിമൂവ് ചെയ്യുക ബോഡിയിൽ നിന്ന്. എന്നാൽ മിൽക്ക് പ്രൊഡക്ഷൻ കൂടും. സോ ഇതാണ് 1ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് പവർ പമ്പിംഗ് ആണ്. അതായത് ഡെയിലി ഒരു തവണ നമ്മൾ ഇപ്പം മോർണിംഗ് ടു നൈറ്റ് നമ്മൾ പമ്പ് ചെയ്യാറുണ്ടെങ്കിലും ഡെയിലി ഒരു തവണ പവർ പമ്പിങ് ചെയ്യുക. ഈ പവർ പമ്പിങ് എന്ന് പറഞ്ഞാൽ അതൊരു തരം ബൂസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു ടിപ്പാണ് അത്. സത്യം മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പവർ പമ്പിംഗ് എന്ന് പറയുന്നത്. ഞാനത് ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യുമായിരുന്നു. ആ ഒരു കാര്യം കൊണ്ടാവാം മേ ബി എൻ്റെ പ്രൊഡക്ഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയത്. സോ പവർ പമ്പിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഒരു തവണ 10 minutes ലെഫ്റ്റ് സൈഡ് 10 minutes റൈറ്റ് സൈഡ് പമ്പ് ചെയ്തിട്ട് ഒരു 5 minutes റെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് എഗെയിൻ 10 minutes ലെഫ്റ്റ് സൈഡ് 10 minutes റൈറ്റ് സൈഡ് എഗെയിൻ 5 minutes റെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് എഗെയിൻ 10 minutes ലെഫ്റ്റ് സൈഡ് 10 minutes റൈറ്റ് സൈഡ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോഡിയോട് പറയുകയാണ്, ഓക്കെ കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും കുഞ്ഞ് ഹംഗ്രി ആവുന്നുണ്ട്, വീണ്ടും വേണം പാല്. അതായത് നമ്മൾ വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇനിയും ഈ മിൽക്ക് പോരാ ഇനിയും പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ബോഡിയോട് പറയുന്ന ഒരു രീതിയാണ് ഈ ഒരു പവർ പമ്പിംഗ് എന്ന് പറയുന്നത്. സോ ഞാൻ ചെയ്തിരുന്ന ഒരു സ്കെഡ്യൂളാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓൾമോസ്റ്റ് ഒരു 1 hour ഈ ഒരു പമ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുവാണ്, ഈ പവർ പമ്പിങ്ങിന് വേണ്ടിയിട്ട്. സോ അത് ഡെയിലി ഒരു നേരം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഓൾമോസ്റ്റ് ഒരു നൈറ്റ് ടൈമിലാണ്. ഒരു അറൗണ്ട് ഒരു 7 to 10 ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും ഞാൻ പവർ പമ്പിങ് ചെയ്യാറ്. അപ്പം അത് ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഉറപ്പായിട്ടും പറ്റും. സോ ഡെയിലി ഒരു തവണ പവർ പമ്പ് ചെയ്യുക. ഓക്കെ. ടിപ്പ് നമ്പർ 3 വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ഹൈഡ്രേഷൻ. വെള്ളം കുടിക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ടോയ്ലറ്റിൽ പോകാൻ തോന്നും, ബട്ട് ഇറ്റ്സ് ഓക്കെ. കാര്യം വാട്ടർ വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ശരീരത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, നമ്മുടെ ബോഡിക്ക് പറ്റത്തുള്ളൂ. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും വാട്ടർ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഈ ഒരു ബോട്ടിലിൽ ആണ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ബോട്ടിൽ ഒരു 5 to 6 times അല്ലെങ്കിൽ 7 times മാക്സിമം നിറച്ച് കുടിക്കാറുണ്ട് ഒരു ഡെയിലി ബേസിസിൽ. അപ്പം ഈ ഒരു ബോട്ടിലാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 6 to 7 times ഈ ഒരു ബോട്ടിൽ തീരുമ്പോൾ ഞാൻ നിറച്ച് കുടിക്കുമായിരുന്നു കേട്ടോ. സോ വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത് മിൽക്ക് പ്രൊഡക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ചെയ്യുക. അത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് ന്യൂട്രീഷനാണ്. നല്ല ഭക്ഷണങ്ങൾ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. മുട്ട, ഞാൻ ഡെയിലി മുട്ട എഗ്ഗ് പുഴുങ്ങിയിട്ട് കഴിക്കുമായിരുന്നു. സോ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പിന്നെ അതുപോലെ തന്നെ ജീരകവെള്ളം കുടിക്കുമായിരുന്നു. ഈ 2 സംഭവങ്ങൾ ഞാൻ മുടങ്ങാതെ ഡെയിലി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രൊഡക്ഷൻ കൂടും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഒരാളിപ്പോൾ കരയാൻ തുടങ്ങി, അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് അടുത്ത ടിപ്സ് പറയാമെന്ന് വിചാരിച്ചു. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പല അഭിപ്രായം പറയും. പല ടൈപ്പ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പ്രൊഡക്ഷൻ കൂടും അങ്ങനെയൊക്കെയാണെന്ന്. ഈ പഴയ രീതിയിലുള്ള കുറേ കുറുക്ക് വിദ്യകളും കാര്യങ്ങളും
ടിപ്സൊക്കെ കാണുമായിരിക്കും. നിങ്ങളത് ട്രൈ ചെയ്യുക. ഇപ്പം ചിലർക്കത് വർക്കൗട്ട് ആവും, ചിലർക്കത് വർക്കൗട്ട് ആവത്തില്ല. മാക്സിമം ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. കാര്യം നമ്മൾ പട്ടിണി കിടന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രൊഡക്ഷൻ കൂടത്തില്ല. നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാലേ നമുക്ക് പ്രൊഡക്ഷൻ കൂടത്തുള്ളൂ. അതുപോലെ ഡയറ്റിങ് കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ടിപ്പ് നമ്പർ 5, സ്ലീപ്പ് ആൻഡ് സ്ട്രെസ്. നമ്മളുടെ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒട്ടും ഉറക്കമില്ലായ്മ അതും പ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യും. നമ്മൾ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ നോക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, മദർഹുഡ് എന്ന് പറയുന്നത് ഒത്തിരി ഒരു അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോകുന്ന ഒരു ടൈം കൂടെയാണ്. നമുക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും, പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം അമ്മമാരാവുന്നവർ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിൽക്കുക എന്നുള്ളതാണ്. അടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഹെൽപ്പ് ചോദിക്കുക. കാര്യം സ്ട്രെസ് അതുപോലെ തന്നെ ഉറക്കക്കുറവൊക്കെ നമ്മളെ ഒത്തിരി എഫക്റ്റ് ചെയ്യും. കാര്യം ഞാൻ വ്യൂട്ടനെ ആയിട്ട് നാട്ടിൽ പോയ ടൈമിൽ എനിക്ക് ഇനീഷ്യലി നാട്ടിൽ നമ്മൾ ഇവിടെ ദുബായിലായിരുന്നപ്പോൾ നമ്മളൊരു റുട്ടീൻ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ. പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ആ റുട്ടീൻ മൊത്തത്തിൽ അങ്ങ് മാറി. പ്രത്യേകിച്ച് ടൈമും മാറി. മൊത്തം നമുക്ക് അവിടെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഡയപ്പർ അറേഞ്ച് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ടൈം, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും വ്യത്യാസം വന്നു. എനിക്ക് സ്ട്രെസ്സ് കൂടാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പം എൻ്റെ പ്രൊഡക്ഷനെ ചെറുതായിട്ട് അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഞാൻ വാട്ടർ ഇൻടേക്ക് കുറഞ്ഞ്, അപ്പോൾ എൻ്റെ മിൽക്ക് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഡ്രോപ്പ് ആയിരുന്നു. വീണ്ടും ഞാൻ ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും വീണ്ടും എൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആണ് ചെയ്തത്. സോ അതുകൂടെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്സ്, കാര്യം എനിക്ക് എപ്പോഴൊക്കെ പ്രൊഡക്ഷൻ ഡ്രോപ്പ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വീണ്ടും ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യുമ്പോഴേക്കും എനിക്ക് പ്രൊഡക്ഷൻ കൂടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, എല്ലാ ആൾക്കാരുടെയും ജേർണി ഡിഫറെൻ്റ് ആണ്, എല്ലാ ബേബീസും ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങളൊരു സ്ട്രഗ്ലിംഗ് പീരീഡിലാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യരുത്. ഇപ്പോൾ ഫോർമുല മാത്രം യൂസ് ചെയ്യുന്ന അമ്മമാരുണ്ടാവും. ബ്രസ്റ്റ് മിൽക്ക് എത്ര ശ്രമിച്ചിട്ടും പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടും ഇമ്പ്രൂവ് ആവാതെ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കുറഞ്ഞ അമ്മമാരും ഉണ്ടാകും. അവരൊരിക്കലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാം ശ്രമിച്ചിട്ട് നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടായില്ലെങ്കിൽ അതിൽ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാം ശ്രമിച്ചതിന് ശേഷമാണ് നമ്മൾ ഫോർമുലയിലോട്ട് സ്വിച്ച് ചെയ്യുന്നതെങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. സോ എല്ലാവരുടെയും ജേർണി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ബേബിക്ക് ബെസ്റ്റായിട്ട് എന്താണോ കൊടുക്കാൻ പറ്റുക അത് കൊടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമായിരിക്കണം നമ്മുടെ മെയിൻ പ്രൈമറി കൺസേൺ. സോ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ട്രൈ ചെയ്യുക. അത് മറ്റൊരാൾക്ക് ഹെൽപ്ഫുൾ ആകുവാണെങ്കിൽ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഫിലിപ്സ് 7 ബോട്ടിലിനെ പറ്റിയും അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് പമ്പിനെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഞാൻ ചെയ്യാം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ടാറ്റ കൊട്ടെ, ടാറ്റാ ടാറ്റാ.